നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി NSS ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായരും KB ഗണേഷ് കുമാർ മുൻ MLA ആയിരുന്ന, അതോടൊപ്പം തന്നെ പത്തനാപുരം NSSൻ്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായിരുന്ന ഗണേഷ് കുമാറും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായർക്ക് ജനാധിപത്യ മര്യാദയില്ല, അവിടെ മന്നം സമാധി അല്ലെങ്കിൽ മന്നം സ്മൃതി അരികിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല തുടങ്ങിയ വിവാദ വിഷയങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത് എന്നാണ്. പിന്നീട് ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പല കാര്യങ്ങളും പുറത്തു പറയേണ്ടതുണ്ട്, പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ കുടുംബം വരെ നാറും, അതായത് സുകുമാരൻ നായരുടെ കുടുംബം വരെ നാറും എന്നുള്ള രീതിയിൽ. അപ്പോൾ അവരെ കൂടെ ഇതിനകത്തേക്ക് വലിച്ചിഴിച്ചുകൊണ്ട്, അതായത് ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അഴിമതി വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് ഈ മന്നം ഈ പറയുന്ന അവിടുത്തെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം കിടക്കുന്നത്, അതായത് നമ്മുടെ ഇതിൻ്റെ NSSൻ്റെ അക്കൗണ്ടുകളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു സംഘടനയാണല്ലോ, ഇഷ്ടംപോലെ ഫണ്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അവിടെയുള്ള ധനലക്ഷ്മി ബാങ്കിലാണ്. അപ്പോൾ ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം അവിടെ ഉണ്ടായിരുന്ന ഫണ്ടിൽ വലിയ വ്യാപകമായ തിരിമറി നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് എതിരായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഗണേഷ് കുമാർ നിലവിൽ അതിൻ്റെ ബോർഡ് മെമ്പറായിട്ടൊക്കെ ഇരുന്ന ഒരാളാണല്ലോ NSSൻ്റെ. ആ സമയത്തൊക്കെ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഈ വിഷയങ്ങളൊക്കെ നിലനിന്ന് പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം ആ കാലഘട്ടത്തിലൊന്നും, അദ്ദേഹം ഈ പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന വേളയിലോ ബോർഡ് മെമ്പർ ആയിരിക്കുന്ന വേളയിലോ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ പത്തനാപുരം താലൂക്ക് യൂണിയനിൽ വരുന്ന 171 നമ്പർ ശ്രീ ശങ്കരവിലാസം NSS കരയോഗ മന്ദിരത്തിലെ അല്ലെങ്കിൽ കരയോഗത്തിൽപ്പെട്ട പ്രകാശ് നായർ എന്ന് പറയുന്ന ഒരാളാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. അതിലേറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ നമുക്കെല്ലാവർക്കും അറിയാം. ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞാൻ സമുദായത്തിലൊരു വലിയ ആൾ തന്നെയാണ്, സമുദായത്തിൽ തനിക്കെതിരായി ശബ്ദിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. സമുദായത്തിലുള്ള എല്ലാവരും തന്നെ അംഗീകരിക്കുന്നു. കാര്യം ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന പത്തനാപുരം താലൂക്ക് യൂണിയനെ വലിയ തോതിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ വലിയ ഫണ്ട് ഉള്ള, അതായത് 300 കോടിയോളം വരുന്ന ആസ്തിയുള്ള ഒന്നാക്കി മാറ്റിയത് ഈ ബാലകൃഷ്ണപിള്ളയാണ്. അതുകൊണ്ട് തനിക്കെതിരായി ഒരു എതിർ സ്വരം പത്തനാപുരം താലൂക്ക് യൂണിയനിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കൃത്യമായി വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ KB ഗണേഷ് കുമാർ. അതോടൊപ്പം തന്നെ തനിക്ക് അഴിമതി നടത്തിയിട്ട് കിട്ടുന്ന ഒരു പണം പോലും വേണ്ട, അതില്ലാ ജീവിക്കാനുള്ള എല്ലാ വഴികളുമുണ്ട്. കാര്യം കൊട്ടാരക്കരയിലെ ഏറ്റവും സമ്പന്നനായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളാണല്ലോ ഈ KB ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ തനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, അഴിമതി നടത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നത്, ഈ പത്തനാപുരം താലൂക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഓരോ 3 വർഷം കഴിയുമ്പോഴുമാണ് NSSൽ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂണിയൻ ഭാരവാഹികളെ കൂടി അക്കൂട്ടത്തിൽ പ്രതിനിധികളെ കൂടി തെരഞ്ഞെടുത്തിട്ട് പോവുക എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ബാലകൃഷ്ണപിള്ളയുടെ മകൻ KB ഗണേഷ് കുമാർ എന്നുള്ള ചലച്ചിത്ര താരം, അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണ്, ഏറെക്കാലം മന്ത്രിയായിരുന്ന ഒരാൾ കൂടിയാണ്, കേരളത്തിലെ എണ്ണം പറഞ്ഞ മന്ത്രിമാരിൽ ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എതിർ സ്വരങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്ന് സ്വാഭാവികമായി നമ്മളെല്ലാവരും കരുതും. പക്ഷേ എന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. പത്തനാപുരം താലൂക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന നമ്മുടെ ഗണേഷ് കുമാറിനെതിരായി ശക്തമായ ഒരു എതിർ പാനൽ ഉണ്ടായി എന്നുള്ളതാണ് ഒരു വാസ്തവം. അങ്ങനെ ആ എതിർ പാനൽ ഉണ്ടായ സാഹചര്യത്തിൽ ഈ എതിർ പാനൽ ഉണ്ടായ തീർച്ചയായിട്ടും KB ഗണേഷ് കുമാറിന് അതൊരു വലിയ പ്രശ്നമായി മാറും, അതായത് തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി മാറും. അപ്പോൾ ഗണേഷ് കുമാർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണേഷ് കുമാർ ഏകദേശം 50ഓളം വരുന്ന NSS കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണ്ട എന്നങ്ങ് തീരുമാനിച്ചു. അതിന് അദ്ദേഹത്തിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളെ കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രീതിക്കനുസരിച്ച് അവിടങ്ങളിൽ പോയി ഈ 50ഓളം വരുന്ന കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണ്ട എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. അതായത് അന്ന് താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരുന്നു ഈ അനിൽകുമാർ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കളി അവിടെ കളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഗണേഷ് കുമാർ തന്നെ ഇതിലേക്ക് വരുന്നു. പിന്നീടാണ് അദ്ദേഹം ഡയറക്ടർ ബോർഡ് അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, അതായത് ഗണേഷ് കുമാർ ഉയർത്തുന്ന എല്ലാ വിഷയങ്ങളും, സുകുമാരൻ നായർക്കെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഇതുവരെ ഉള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം ഉയർത്തുന്ന സ്മൃതി കുടീരത്തിനടുത്തേക്ക്, അതായത് മന്നത്തിൻ്റെ സ്മൃതി കുടീരത്തിനടുത്തേക്ക് ആരും കയറി ചെല്ലില്ല, അല്ലെങ്കിൽ അവിടേക്ക് ആരെയും കയറ്റില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രമേ സുകുമാരൻ നായർ കയറ്റുകയുള്ളൂ. മന്നത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അവിടേക്ക് പ്രവേശനം നിഷേധിക്കുന്ന അവരുടെ ചെറുമക്കളൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് പോലും മന്നത്തിൻ്റെ സ്മൃതി കുടീരത്തിൻ്റെ അവിടേക്ക് പോയി പുഷ്പാർച്ചന ചെയ്യാനുള്ള അനുമതി
സുകുമാരൻ നായർ കൊടുക്കുന്നില്ല എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഈ സമദൂരം പലപ്പോഴും NSS പ്രഖ്യാപിക്കുന്ന സമയത്തും ഈ പറയുന്ന ഡയറക്ട് ബോർഡ് അംഗമായി തന്നെ തുടരുന്ന ഒരാളായിരുന്നു KV ഗണേഷ് കുമാർ. അപ്പം ഈ പറയുന്ന വിഴുപ്പലക്കൽ വരുന്ന സാഹചര്യത്തിൽ പല അഴിമതി കഥകളും പല കഥകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിലേറ്റവും വിവാദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ പത്മ കഫേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എന്താണ് പത്മ കഫേ എന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന താലൂക്ക് യൂണിയൻ്റെ ബിൽഡിങ്ങിൽ തന്നെ പ്രവർത്തിച്ചു വന്ന വലിയൊരു ഹാൾ എടുത്തിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു കഫേ ആണ് ശരിക്കും ഈ പത്മ കഫേ എന്ന് പറഞ്ഞാൽ. ഒരു ചായക്കട എന്നുള്ളതാണ്. അപ്പം ഈ ചായക്കടയിൽ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഏറെക്കുറെ 4 കോടി രൂപ ചിലവായി എന്നുള്ളതാണ്. ഈ 4 കോടി രൂപ ചിലവായി, അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ ഉള്ള പ്രവർത്തനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഇതൊരു വലിയ അഴിമതിയായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കഫേ എത്ര വലിയ മികച്ച രീതിയിൽ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും വേണ്ടി വരുന്ന പരമാവധി 1 കോടി രൂപ വരെ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ബാക്കി വരുന്ന 3 കോടി രൂപ എവിടേക്ക് പോയി എന്നുള്ളത് സംബന്ധിച്ചും ഇപ്പോൾ വിവാദം ഉയർന്നു വരുന്നു. അതായത് ഈ 3 കോടി രൂപ KV ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായ വ്യക്തികളും അടിച്ചു മാറ്റി എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഈ പ്രകാശ് നായർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പത്മ കഫേ സ്ഥാപിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ താലൂക്ക് യൂണിയൻ ഓഫീസിൻ്റെ താഴത്തെ നിലയിലാണ്. അതൊരു വലിയ ഹാളാണ്. നിലവിൽ ആ ഹാൾ അവിടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് പുനലൂർ ടൗണിൽ കുറേ 4 സെൻറ്റ് പ്രോപ്പർട്ടി മേടിച്ച് അവിടെ ഈ കഫേ വലിയൊരു കെട്ടിടമൊക്കെ പണിയാം എന്നുള്ള നിലയിലുള്ള തുകയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡിഫിക്കേഷനും ഡെക്കറേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ 4 കോടി രൂപ. അപ്പോൾ നിലവിൽ ഹാളുണ്ട്, അതിനകത്തൊരു കഫേ സെറ്റ് ചെയ്യുന്നതിന് ഏറെക്കുറെ ഒരു 4 ലക്ഷം രൂപയുടെ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ആ രീതിയിലും ഒരു വലിയ കളവാണ്. അപ്പോൾ ഇത് പുറത്തു വന്നു. അതായത് ഈ ഒരു തട്ടിപ്പ് പുറത്തു വന്നതോടുകൂടി ഈ ഗണേഷ് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന അനിൽകുമാർ പൊതുവെ സ്വാഭാവികമായി തിരിയും. കാരണം പത്മ കഫേയിൽ 4 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തി. ഈ വെട്ടിപ്പ് പുറത്തെത്തി. കാര്യം നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അത്രയും ഒരു സെറ്റപ്പിൽ ഒരെണ്ണം തുടങ്ങുന്നതിന് കൂടി വന്ന 1-2 കോടി രൂപയ്ക്ക് അകത്താവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നിലവിൽ ബിൽഡിങ് ഉണ്ട്, അതിനകത്ത് തുടങ്ങുന്നതിന് 4 ലക്ഷം രൂപ ചിലവായി. ഈ 4 ലക്ഷം രൂപ ചിലവായി ബാക്കി വരുന്ന 3,96,00,000 രൂപ ഇദ്ദേഹം വെട്ടിച്ചു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു വെട്ടിക്കൽ ഇതിനകത്ത് നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതോടുകൂടി ഈ വെട്ടിപ്പ് നടത്തിയതിൻ്റെ ഈ പങ്ക് പറ്റാനായി നിന്നവരാണല്ലോ ഈ അനിൽകുമാറും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഇവർ സ്വാഭാവികമായും ഗണേഷ് കുമാറിനുള്ള ഒരു പിന്തുണ അങ്ങ് പിൻവലിച്ചു. അങ്ങനെ ഗണേഷ് കുമാറിനെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അവിടെ അഡ്ഹോക് കമ്മിറ്റി നിലയിൽ വരികയും ചെയ്തു എന്നാണ് ഈ പ്രശാന്ത് നായർ പറയുന്നത്. പിന്നീട് സംഭവിച്ചത് ഈ പറയുന്ന അവർ അതിനുശേഷം ഇവരിൽ നിന്ന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഈ ഭാരവാഹികളെല്ലാം കൂടിയിട്ട് പിന്നീട് പത്രസമ്മേളനം വിളിച്ചിട്ടാണ് പറയുന്നത് ഈ 4 കോടി രൂപയുണ്ടെങ്കിൽ ടൗണിൽ 5 സെൻറ്റ് വസ്തു വാങ്ങി 2 നിലയുള്ള കെട്ടിടം പണിയാം എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം അഴിമതിയാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് അതിലൂടെ ആ പത്രസമ്മേളനത്തിലൂടെ അവർ വ്യക്തമാക്കിയത്. അപ്പോൾ പിന്നീട് ഈ ഗണേഷ് കുമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അവിടെ നിന്നുണ്ടായിരുന്ന പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ശരിക്കും ഇവരുടെ ഈ NSSൻ്റെ സുകുമാരൻ നായരുടെ തലയെ കൊണ്ടിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ പറയുന്ന മന്നം സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ സമാധി മന്ദിരം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മന്നം സമാധി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറയുന്ന മന്നം സ്മൃതി മണ്ഡപം എന്ന് തന്നെയാണ് ഈ പ്രകാശ് നായർ വരുന്നത്. കാരണം അദ്ദേഹം സമാധി ആയതല്ല, അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെടുന്ന സാഹചര്യമാണല്ലോ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായ സ്മൃതി കുടീരമാണ്, അതുപോലെ സ്മൃതി മണ്ഡപമാണ്. അവിടെ പോയി ആർക്കും പുഷ്പാർച്ചന നടത്താൻ പറ്റും എന്നൊക്കെയാണ്. ഇവിടെ മാത്രം ഈ പറയുന്ന നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഡൽഹിയിൽ രാജ്ഘട്ടിൽ പോയാൽ പോലും ആർക്കും അവിടെ പോയി പുഷ്പാർച്ചന നടത്തുകയോ അവിടെ പോയി കുറച്ചു നേരം നിൽക്കുകയോ ചെയ്യാം. പക്ഷേ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു സെക്യൂരിറ്റി സിസ്റ്റം പോലെ പ്രവർത്തിച്ചു വരുന്നു. ഇതൊക്കെ തെറ്റ് തന്നെയാണ്, ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്. പിന്നെ ഈ പറയുന്ന NSS എന്ന് പറയുന്ന ഒരു സംഘടനയെ ഈ കറവപ്പശുവാക്കി മാറ്റിക്കൊണ്ട് തൻ്റെയൊക്കെ പള്ള വീർപ്പിക്കുക, തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പം രാഷ്ട്രീയമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യവും അതോടൊപ്പം തന്നെ സാമുദായികമായി തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗുണങ്ങളെയും അനുഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സുകുമാരൻ നായർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴുണ്ടായ ഈ ഒരു വിവാദത്തിൽ നിന്നും ഒരു വലിയ തട്ടിപ്പിൻ്റെ, അതായത് NSS എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായരും ഇവിടെ പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ അധ്യക്ഷനായിരുന്ന നമ്മുടെ ഇദ്ദേഹവും, അതായത് ഗണേഷ് കുമാറും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ പൊതുജനത്തിന് ചില കാര്യം മനസ്സിലാകുന്നുണ്ട്.
അതായത് ഒരു സമുദായത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെയാകെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ NSS എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് ഇപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായി മാത്രം മാറിയിരിക്കുന്നു. നമുക്കറിയാം NSS എന്ന് പറയുന്ന സംഘടനയുടെ താഴെത്തട്ടിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. NSS എന്ന് പറയുന്ന സംഘടനയുടെ താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ, താഴെത്തട്ടിലേക്ക് സംഘടന മാത്രമല്ല ആ സമുദായത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഒരു ജനറൽ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന NSSൻ്റെ ആസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുകയാണ്. ഈ പറയുന്ന ഓരോ താലൂക്ക് യൂണിയനിലും കോടിക്കണക്കിന് രൂപ കെട്ടിക്കിടക്കുകയാണ്. ഇതിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ വലിയ കഷ്ടത നഷ്ടങ്ങളിൽ കൂടെ ജീവിച്ചു പോകുന്നവരുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ അവർക്ക് ഒന്നാമത്തെ കാര്യം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളൊന്നും അവരിലേക്ക് എത്തില്ല. കാര്യം അവർ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ കുറേയധികം ആൾക്കാർ ഇവിടെ ജീവിച്ചു പോരുന്ന സാഹചര്യത്തിൽ ഇവരെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായി ഈ മേൽത്തട്ടിലിരിക്കുന്ന മേലാപ്പീസർമാർ എന്ന് തന്നെ പറയേണ്ടി വരും. അവർ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ്. അതായത് അന്യൻ വീർക്കുന്ന പിന്നെ കാശ് കൊണ്ട് ഈ പറയുന്ന പളുപളുത്ത മെത്തയിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നവരാണ് സത്യത്തിൽ ഈ സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായി ഇപ്പം നമുക്കറിയാം, പിന്നെ SNDP യോഗവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴും അവിടെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് നടത്തി ആ സമൂഹത്തിലെയും സമുദായത്തിലും ഉള്ളവരെ, സാധാരണക്കാരെ ശരിക്കും പിഴിഞ്ഞെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആലോചിച്ച് നോക്കിക്കോളൂ. ഇതേപോലെ തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. ഇപ്പം നോക്കിക്കോളൂ, 4 കോടി രൂപയെന്ന് പറയുന്നത് ആരുടെ പണമാണ് ശരിക്കും? NSS എന്ന് പറയുന്ന പിന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ പോയി പെരുന്നേ നിൽക്കുന്ന ഏതെങ്കിലും മര ഉലുത്തി ഇടുന്നതല്ലല്ലോ ഈ പണം. എന്നിട്ട് ആ പണം എടുത്തിട്ട് പത്തനാപുരത്തിരിക്കുന്ന ഗണേഷ് കുമാറിന് കൊടുത്തതല്ലോ ഈ 300 കോടി രൂപ. അല്ലെങ്കിൽ R ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊന്നും ആയിരിക്കില്ലല്ലോ ഇത്രയും തുക. അപ്പോൾ ഈ തുക അത്രയും വന്നത് പലതരത്തിൽ ഈ സാധാരണക്കാരായ NSSൽപ്പെട്ട സാധാരണക്കാരായ ആളുകളിൽ നിന്ന് തന്നെ ഉണ്ടായി വന്ന പണം തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇവരെ ചൂഷണം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിൽ NSS അടക്കമുള്ള NSSൽപ്പെട്ട നായർ സമുദായത്തിൽപ്പെട്ട എല്ലാ ആളുകളും ഈ സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. കാസ്റ്റ് ഈ പറയുന്ന പോലെ ആ സമുദായക്കാരെ കൃത്യമായി മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുകയും വേണം. എന്നിട്ട് ഇവരെയൊക്കെ എന്ത് പണിഷ്മെൻറ്റ് സാമുദായികമായി നൽകാൻ കഴിയുമോ അത് കൊടുക്കുകയും വേണം. അല്ലാതെ ഈ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട്, സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിൻ്റെ തലപ്പത്ത് അഭിരമിക്കുന്ന ഒരാളെയും അധികാലം വെച്ചുകൊണ്ടിരിക്കരുത്. ഇത്രയും കാലം അവർ ഇരിക്കുകയും അതോടൊപ്പം തന്നെ ഉണ്ടാക്കാനുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഇതെല്ലാം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന, നിങ്ങളെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ നായന്മാരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇടഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. പല കഥകളും, പല അഴിമതി കഥകളും പുറത്തേക്ക് വരാനുണ്ട്. സുകുമാരൻ നായർ ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് NSSൻ്റെ പണം അടിച്ചു മാറ്റിയത് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ ഇത് ഓരോന്നായി പുറത്തേക്ക് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.